എല്ലാവർക്കും നമസ്കാരം. CC ജനറൽ PSC ചാനലിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഓണക്കാലത്തിന്റെ ആ ഒരു തിരക്കിനിടയിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉണ്ടല്ലേ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ബിവറേജസ് കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് ബോണസ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടു എന്നുള്ള വളരെ ഒരു സന്തോഷം തരുന്ന ഒരു വാർത്ത നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യത എന്താണ് എന്നൊക്കെ കുറച്ച് പേര് നമ്മളോട് ഗ്രൂപ്പിനകത്തൊക്കെ ചോദിക്കാറുണ്ട്. സാർ, അത്രയൊക്കെ ബോണസ് കിട്ടുമോ സാറേ? ഇത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാണോ ഇത്രയും ബോണസ് കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, സർക്കാർ ജീവനക്കാരുടെ ബോണസ് എന്ന് പറയുന്നത് സർക്കാർ അതാത് കാലഘട്ടങ്ങളിലെ പ്രഖ്യാപിക്കുന്ന ഉത്സവ ഭത്ത എന്നുള്ള രീതിയിൽ പ്രഖ്യാപിക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കും. അത് സാധാരണ 3000 രൂപ മുതൽ 4500 രൂപ വരെയൊക്കെയാണ് ഇത്തവണത്തെ ബോണസ് എന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നമ്മൾ കേട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു, ബിവറേജസ് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബോണസ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യത ഉണ്ടോ, അല്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ എന്നൊക്കെ അറിയാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും. ഇത് സത്യമാണ്. അതായത് ബിവറേജസ് കോർപ്പറേഷനിലെ ഔട്ട്ലെറ്റുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ബോണസ് എന്ന് പറയുന്നത് 1,50,000 രൂപ വരെ ആക്കി. അതായത് 1,50,000 രൂപ ബോണസ് വാങ്ങിക്കുന്ന ആൾക്കാർ വരെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ബിവറേജസ് കോർപ്പറേഷനിലെ ഔട്ട്ലെറ്റുകളിലെ ജോലി ചെയ്യുന്ന ആളുകൾക്കുണ്ട്. ഇത് ആർക്കൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്തേക്ക് പറയാം. നമ്മളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വാർത്തയ്ക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നുള്ളതും ഇപ്പോൾ പറയാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മൾ എഴുതാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ബെവ്കോ LD എന്ന് പറയുന്ന പരീക്ഷ. ഒരു നവംബറിന്റെ അവസാനം അല്ലെങ്കിൽ ഡിസംബറോട് കൂടിയാണ് നമ്മൾ ബെവ്കോ LD എന്ന് പറയുന്ന പരീക്ഷ പ്രതീക്ഷിക്കുന്നത്. ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു തസ്തികയുടെ നിയമനം എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലാണ് ഇതിന്റെ നിയമനം നടക്കുന്നത്. പല ഷോപ്പുകളിലും പല വെയർഹൗസുകളിലും ഒരുപാട് വേക്കൻസികളൊക്കെ ഉണ്ട്. റിപ്പോർട്ട് ചെയ്യുന്നതിലുള്ള കാലതാമസമാണ് പലപ്പോഴും നമുക്ക് ഓപ്പൺ കോട്ടയിലേക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യപ്പെടാത്തത്. കൂടുതൽ NJD ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് പോകാം. നമുക്കറിയാം, തിരുവനന്തപുരം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സർക്കാരിന്റെ ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷനാണ് ബിവറേജസ് കോർപ്പറേഷൻ. അപ്പോൾ ബിവറേജസ് കോർപ്പറേഷനിലെ 6 റീജിയണൽ ഓഫീസുകൾ കേരളത്തിലുണ്ട്, 26 വെയർഹൗസുകളുണ്ട്, 267 ഔട്ട്ലെറ്റുകളുണ്ട്, 96 സെൽഫ് സർവീസുകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഈ ഒരു ചെറിയൊരു കാലയളവിൽ വന്നിട്ടുണ്ടാവും. എന്നിരുന്നാലും ഇത്രയും സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു കോർപ്പറേഷനാണ് ബെവ്കോ എന്ന് പറയുന്ന ബിവറേജസ് കോർപ്പറേഷൻ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഇതിന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്, നിങ്ങൾ ബെവ്കോ OA പരീക്ഷ, അതായത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS പരീക്ഷ നിങ്ങൾ എഴുതിയവരല്ലേ, പ്രിലിംസ്. ഇനി മെയിൻസിന്റെ പരീക്ഷ എഴുതാൻ പോകുന്നവരാണ്. മക്കളെ, നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റിൽ വരുന്ന സമയത്ത് നിങ്ങളിൽ കുറച്ചു പേർക്ക് ഈ പറയുന്ന ബിവറേജസ് കോർപ്പറേഷനിലെ OA തസ്തികയിൽ, അതായത് കോർപ്പറേഷൻ OA എന്ന് പറയുന്ന തസ്തികയിലേക്ക് നിങ്ങൾ നിയമിക്കപ്പെടും. കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾ പ്രൊമോഷൻ വഴി LDCയും തുടർന്ന് UDയും സീനിയർ അസിസ്റ്റന്റും അസിസ്റ്റന്റ് മാനേജറും റീജിയണൽ മാനേജർ വരെയൊക്കെ ആകാൻ സാധ്യതയുള്ള, വലിയ പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു കോർപ്പറേഷൻ കൂടിയാണ് ബിവറേജസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് അതിന്റെ ഘടന പോകുന്നത്. OA, LD, UD, സീനിയർ അസിസ്റ്റന്റ് മാനേജർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സാലറിയാണ്. റീജിയണൽ മാനേജർ വരെ ആകുവാനുള്ള വലിയ സാധ്യതയാണ് നിങ്ങളുടെ കരിയറിൽ ഈ കിടക്കുന്നത്. ഇനി LD ആയിട്ട് കയറുന്ന വ്യക്തികൾ, LD ഒക്കെ കൂടുതൽ അഡ്വൈസുകൾ പോകുന്നത് OAക്കാണ്. എല്ലാവരുടെയും ജോലിയെല്ലാം സെയിം ആണ്. LD ആയിട്ട് നിങ്ങൾ കയറിയാലും OA ആയിട്ട് കയറിയാലും എല്ലാം ജോലി സെയിം ആയതുകൊണ്ട്
അതായത് നിങ്ങൾ ഔട്ട്ലെറ്റുകളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബില്ലടിക്കണം, കുപ്പി എടുത്ത് കൊടുക്കണം, ഇതൊക്കെയാണ് നമ്മുടെ പണി. സെൽഫ് സർവീസ് ആണെങ്കിലും ഇത് തന്നെ, അവരെ ഒന്ന് സഹായിക്കുക. വെയർ ഹൗസിലാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജോലികൾ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഇതിനകത്ത് ശമ്പളത്തിന്റെ ആ ഒരു മാറ്റം എവിടെ വരുന്നറിയോ? അതായത് ഇത് നമുക്ക് ആദ്യം ലീവിലേക്ക് പോവാം. എല്ലാവരും ചോദിക്കുന്നത്, എനിക്ക് കൂടുതൽ വന്ന മെസ്സേജുകളൊക്കെ അതാ, സാർ അതിനകത്ത് ലീവ് ഉണ്ടോ? ബാക്കിയുള്ള ഗവൺമെന്റ് ജോലികളിലൊക്കെ ഏകദേശം 80 മുതൽ 85 ദിവസം വരെ വർഷത്തിൽ ലീവ് കിട്ടുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വർഷത്തിലെ 12 ക്യാഷ് ലീവും 12 സിക്ക് ലീവും മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഒരാഴ്ചയിലെ ഒരു ദിവസം അവധി എടുക്കാം. അത് നമ്മുടെ ആ ഒരു ഔട്ട്ലെറ്റുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവധി എടുക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ച ആണെങ്കിൽ നാളെ ഞായറാഴ്ച, അങ്ങനെ എല്ലാ ദിവസങ്ങളിലും പോകുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം നിങ്ങൾ അതങ്ങനെ എടുക്കാൻ പറ്റും, അവധി എടുക്കാൻ പറ്റും. പിന്നെ അതിന് കോമ്പൻസേറ്ററി ഓഫ് നമുക്കത് കിട്ടും. അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യത. അങ്ങനെയാണ് ആ ലീവിന്റെ ആ ഒരു പ്രത്യേകത. പിന്നെ എല്ലാ മാസം 1-ാം തീയതി ഔട്ട്ലെറ്റുകൾ അവധി ആയതുകൊണ്ട് നമുക്കും അവധിയാണ്. മനസ്സിലായോ? പിന്നെ ഇലക്ഷന് 2 ദിവസം മുമ്പ് ബിവറേജ് കോർപ്പറേഷൻ എല്ലാം ഓഫ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് അവധി കിട്ടും. റിസൾട്ട് അറിയുന്ന അന്ന് അവധിയാണ്, ആ ദിവസവും നമുക്ക് അവധി കിട്ടും. പിന്നെ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്ന കുറച്ച് ദിവസങ്ങളുണ്ട്. ദുഃഖവെള്ളി, അതുപോലെ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം, അതുപോലെ ഗുരുജയന്തി, ഗുരുസമാധി, ഗാന്ധി ജയന്തി, ഗാന്ധി സ്മരണ ദിനം, ഇതുപോലുള്ള ദിവസങ്ങളിലൊക്കെ ബഹുക്കോ അവധി ആയതുകൊണ്ട് നമുക്കും അവധിയായിരിക്കും. അപ്പോൾ ഇനി അവധിയില്ല എന്ന് പറയണ്ട മക്കളെ, നിങ്ങൾക്ക് അവധിയൊക്കെ ഉണ്ടാ. 24-25 ദിവസമൊക്കെ അവധി കിട്ടും, കുഴപ്പമൊന്നുമില്ല. മറ്റേതുപോലെ അവധി കിട്ടത്തില്ല. അതിന്റെ പ്രത്യേകത എന്താ? നമുക്ക് അതിനനുസരിച്ച് സാലറി കൂടുതൽ കിട്ടും, അതാണ് പ്രത്യേകത. അതായത് ഇപ്പോ നമ്മൾ സാലറി എന്ന് പറയുന്നത് 18,000 മുതൽ 41,500 സാലറി സ്കെയിൽ പറയുന്നത്. 18,000 രൂപ ബേസിക് പേയും, പിന്നെ DA ഉണ്ട്, ഡിയർനെസ് അലവൻസ് ഉണ്ട്, HRA ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഷോപ്പ് അലവൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ രാവിലെ ഇപ്പോൾ ഒരു 9:30-ക്കാണ് ഷോപ്പിനകത്ത് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വൈകുന്നേരം 5:30 വരെയാണ് ജോലിയുള്ളത്. 8 മണിക്കൂർ ജോലിയാണ് ഉള്ളത്. ആ 8 പക്ഷേ നമുക്ക് ഔട്ട്ലെറ്റുകളിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ ഈ ബിവറേജസ് ഔട്ട്ലെറ്റുകളൊക്കെ രാത്രി 9 മണി വരെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അത്ര നേരം നിൽക്കണം. 9 മണി വരെ നമ്മൾ ഷോപ്പിൽ നിൽക്കണം. അതിപ്പോൾ ആണായാലും പെണ്ണായാലും എല്ലാവരും ആ ഷോപ്പിൽ നിൽക്കണം. ആ 5:30 മുതലുള്ള ആ ഒരു എക്സ്ട്രാ വരുന്ന സമയം ഉണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് ഒരു ദിവസം 550 രൂപ വെച്ച് ഷോപ്പ് അലവൻസ് കിട്ടും. മനസ്സിലായോ? അപ്പൊ നിങ്ങളൊരു 10 ദിവസം വർക്ക് 10 ദിവസം അല്ല, ഒരു 20-25 ദിവസമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. അതായത് ഒരു 10-15,000 രൂപ അവിടുന്ന് തന്നെ നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പൊ ചുരുക്കി പറഞ്ഞാലേ ഒരു LD ആയിട്ടൊക്കെ കയറുന്ന ഒരുത്തിന് ഒരു 35,000 രൂപ 40,000 രൂപ കയ്യിൽ പിടിക്കാൻ പറ്റും. അതാണ് പ്രത്യേകത. പിന്നെ ഈ പറയുന്ന ബോണസ്, ഓണത്തിന് നിങ്ങൾക്ക് ബോണസ് കിട്ടും. അത് ഇത്തവണ കിട്ടിയത് 1,05,000 ആയിരുന്നു. കഴിഞ്ഞ തവണ 1,02,500. അത് 2,500 രൂപ കൂടുതൽ കൊടുത്തിപ്പോൾ 1,05,000 രൂപയാണ് ഇത്തവണത്തെ ബോണസ്. അടുത്ത തവണ ചിലപ്പോൾ 1,10,000 ആയിട്ട് മാറും. ഈ മുമ്പോട്ട് പോകുന്നതോറും ബോണസ് കൂടിക്കൊണ്ടിരിക്കുക. അതാണ് ഈ ബോണസ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ബഹുക്കോ ചൂസ് ചെയ്യുന്നത്. ബോണസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ആ ഒരു ഫാക്ടറിലാണ് എല്ലാവരും അത് ജോയിൻ ചെയ്യുന്നത്. പിന്നെ ജോലി സമയം കൂടുതലാണ്, പിന്നെ അത്രയും ശമ്പളം കിട്ടുന്നില്ലേ, നല്ലൊരു ശമ്പളമാണ് നമുക്ക് കിട്ടുന്നത്. ഷോപ്പ് അലവൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫാമിലിയുമായിട്ട് കൂടുതൽ സമയം നമുക്ക് മിങ്കിൾ ചെയ്യാനും അവരുമായിട്ട് കണക്ട് ചെയ്യാനും ഒന്നും പറ്റത്തില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ ബവ്കോ LD എന്ന് പറയുന്ന തസ്തിക തീർത്തും നല്ലതാണ്. ഒരുപാട് എൻജേഡികൾ കിട്ടുന്നതാണ്. നിങ്ങളൊന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന നല്ലൊരു ജോലി കൂടിയാണ് ബവ്കോ LD എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് പരീക്ഷകളൊക്കെ എഴുതി മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, സർക്കാരിന്റെ നമ്മുടെ കോർ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നിങ്ങൾ മാറുന്ന സമയത്ത് ഈ ജോലി ഒഴിവാക്കി നിങ്ങൾക്ക് പോകാം. നിലവിൽ നിങ്ങൾ ജോലിയൊന്നും ഇല്ലാതെ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബവ്കോ LD എന്ന് പറയുന്ന തസ്തിക നല്ലൊരു തസ്തികയാണ് മക്കളെ. ഇപ്പൊ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ ആഞ്ഞു പിടിക്കുക. അതായത് ഈ 1,00,000 രൂപ ബോണസ് ഒക്കെ കാണുന്നു, ശമ്പളം കാണുന്നു, ഇതാ കണ്ടിട്ടാണല്ലോ എല്ലാവരും പണിയെടുക്കാൻ വരുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു പരീക്ഷയുണ്ട്. അതാണ് ബവ്കോ LD എന്ന് പറയുന്ന പരീക്ഷ. എന്നാണ് പരീക്ഷ നടക്കുന്നത്? നവംബർ മാസത്തിന്റെ അവസാനം അല്ലെങ്കിൽ ഡിസംബറിൽ പരീക്ഷ ഉണ്ടാവും.
അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, മക്കളെ നിങ്ങളുടെ കയ്യിലെ ഒരു 3 മാസം, അതായത് 90 ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഒരു LD സിലബസ് വെച്ചുകൊണ്ട് പഠിച്ച് വളരെ ഭംഗിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ബെവ്കോ LD എന്ന് പറയുന്ന പരീക്ഷ. എടാ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ കാരണം, അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ഭയങ്കര നിയമനം ഒന്നും നടക്കുന്നില്ലല്ലോ. എടാ, ഇതൊരു ജില്ലാതല നിയമനം അല്ല, സംസ്ഥാന തലത്തിൽ നമ്മൾ നിയമിക്കപ്പെടും. ഇതാണ് സംസ്ഥാന തലത്തിൽ വരുന്ന ഒരു നിയമനമാണ്. പിന്നെ നമുക്ക് ഏറ്റവും വീടിനടുത്തൊക്കെ ഉള്ള ഔട്ട്ലെറ്റുകൾ ചൂസ് ചെയ്യാം, പിന്നീട് നോക്കാം. അപ്പൊ നിലവിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇനി നമുക്കറിയാം, ഇതിനു മുമ്പ് 2021 നോട്ടിഫിക്കേഷൻ വന്നത്. 2024 റാങ്ക് പട്ടിക നിലവിൽ വന്നത്. കാരണം അതിനിടയിലെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് നാൾ നീണ്ടുപോയി. അങ്ങനെ 2024 റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 1619 പേരെ ഉൾപ്പെടുത്തി ഒരു ഭയങ്കരമായ ഒരു മെയിൽ ലിസ്റ്റ് അങ്ങ് ഉണ്ടാക്കി. 300 പേർക്ക്, 290 റൗണ്ട് ചെയ്ത് 300 പേർക്ക്, മക്കളെ 300 പേർക്ക് നിയമനം കൊടുത്തു. 2027 ജനുവരി മാസം 6-ാം തീയതി പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരണം. മനസ്സിലായോ? എടാ, 2026 ഇപ്പം തീരാറായി. 2027 ഫെബ്രുവരി മാസം 6-ാം തീയതി പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരണം. അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. മനസ്സിലായോ? അന്നത്തെ കട്ട് ഓഫ് 74 മാർക്കായിരുന്നു മെയിൻസിന്റെ. അതിപ്പോ ഞാൻ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം പരീക്ഷ കഴിഞ്ഞില്ല. എന്നാലും ഈ 300 എന്നുള്ളത് ഒരു 350 അല്ലെങ്കിൽ 400 വരെ പോയാലും, കാരണം ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് കുറച്ച് പേരും കൂടെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തൊക്കെ ചെയ്തിട്ട് PSC കുറച്ച് വേക്കൻസിയോട് റിപ്പോർട്ട് ചെയ്തൊരു 400 ഒഴിവുകളിലേക്ക് അഡ്വൈസ് PSC അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോണം, ഓപ്പൺ കാറ്റഗറിയിലെ 252 നിൽക്കുന്നവന് അഡ്വൈസ് പോയി. അപ്പൊ ഇത് അത്രയും വലിയ മോശപ്പെട്ട അഡ്വൈസ് നിലയായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ സാധാ LD പോലെ വലിയൊരു ഫ്ലക്ച്വേഷൻ ഒന്നും ഇതിനകത്ത് വരത്തില്ല. പക്ഷേ നിങ്ങളൊന്ന് പഠിച്ചിട്ട്, നന്നായിട്ട് പഠിച്ചിട്ട് ഒരു ആദ്യത്തെ 100-നകത്തേക്കൊക്കെ നിങ്ങളുടെ പേര്, അല്ലെങ്കിൽ 200-നകത്തേക്ക് പേര് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ജോലി ഉറപ്പിക്കാൻ പറ്റുന്ന NJDകൾ കൂടുതലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് നിങ്ങൾ എഴുതാൻ പോകുന്ന ബെവ്കോ LD എന്ന് പറയുന്ന പരീക്ഷ. നന്നായിട്ട് പഠിക്കണടാ. മറ്റുള്ള ആൾക്കാർ നെഗറ്റീവ് പറയും, അവിടെ അഡ്വൈസ് കുറവാണ്. അത് അവന്മാരെല്ലാവരും പഠിക്കുന്നുണ്ട്. ഇവന്മാര് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് പഠിച്ചിട്ട് നമ്മളോട് പറയും നിയമനം കുറവാണ്, പഠിച്ചിട്ടൊന്നും കാര്യമില്ല, പണ്ടങ്ങാണ്ട് എങ്ങനെയൊക്കെയോ കയറിപ്പോയാന്നൊക്കെ പറയും. അതിന്റെ വഴിക്ക് വിടുക. നിങ്ങൾ പണിയെടുക്കുക, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുകൊണ്ട് മുമ്പോട്ടങ്ങ് പോവുക. അത്രമാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അതല്ലാതെ ഈ ആളുകൾ പറയുന്നതിന്റെ പുറകിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല അതിനകത്ത്. പണിയെടുക്കുന്നവൻ നന്നായിട്ട് പണിയെടുക്കും, അവൻ ആദ്യത്തെ പരീക്ഷയിൽ പരാജയപ്പെടും, അടുത്തതിലും പരാജയപ്പെടും. അങ്ങനെ കുറെ അവന്റെ അവന് ജോലി കിട്ടണം എന്ന് പറയുന്ന ആ ഒരു മൊമെന്റ്, അവന്റെ ഒരു ആഗ്രഹം സാധ്യമാകുന്നിടം വരെ അവൻ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനോടൊക്കെ നമ്മൾ നെഗറ്റീവ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം അവനെ ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ്. നമ്മളുടെ മൈൻഡ് അങ്ങനല്ല. പഠിക്കണോ വേണ്ടയോ, പഠിക്കണോ വേണ്ടയോ. ആരെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയണോ, സന്തോഷം, കാരണം നിയമനം ഇല്ല, അഡ്വൈസ് ഇല്ല, പിന്നെ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം പഠിക്കാതിരിക്കുന്നതല്ല നല്ലത്. പഠിക്കാൻ ആരെങ്കിലും പറയുമ്പോഴും പഠിക്കാതിരിക്കാൻ ആരെങ്കിലും പറയുമ്പോഴും നമ്മൾക്ക് ഇഷ്ടം എന്തുവോ പഠിക്കാതിരിക്കാനുള്ള ഒരു ലൂപ്പ് ഹോൾ കിട്ടുന്നതല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് മനുഷ്യന്മാരാണ്, ഞാനും നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആടാം. നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പഠിക്കാൻ ഒരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ പഠിക്കുക. 90 ദിവസം മിനിമം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും. നല്ലൊരു തസ്തികയാണ് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത്. അതാ ഈ കിട്ടുന്ന അവസരങ്ങൾ പിന്നീട് വരത്തില്ല. അവസരങ്ങൾ പിന്നീട് നിങ്ങളുടെ മുമ്പിലേക്ക് വരത്തില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ പ്രിപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുന്ന രീതിയിൽ പുതിയ ബാച്ച്
നമ്മൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. അതായത് ബിവറേജസ് കോർപ്പറേഷൻ LD പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പുതിയ ബാച്ചുകൾ. നമ്മൾ എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകളും അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളും നോട്ട് എല്ലാം നിങ്ങളുടെ മൊബൈലിനകത്തേക്ക് എത്തിക്കും. നിങ്ങൾ അങ്ങ് പഠിച്ചാൽ മതി. നിങ്ങളെ നയിക്കുവാൻ ഒരു മെന്ററും കാണും. എല്ലാ ദിവസവും രാവിലെ കുഞ്ഞുങ്ങളെ ഇന്നതാണ് പഠിക്കേണ്ടത്, അതിൻ്റെ പരീക്ഷ ഇപ്പോഴാണ് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ആ മെന്റർ നിങ്ങളെ അറിയിക്കും. ആ മെന്റർ പറയുന്നത് പോലെ നിങ്ങൾ മുമ്പോട്ട് പോയിക്കോ. ഈ പരീക്ഷ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള മറ്റൊരു അവസരമാണ്. ഇപ്പം ഞാനിവിടെ നിങ്ങൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുണ്ടായിരിക്കും അല്ലോ. അപ്പോൾ അവർക്കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, മറ്റൊരു സാധ്യതയാണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ നാം പറഞ്ഞ ആ തസ്തിക ബെവ്കോ LD എന്ന് പറയുന്ന ആ 10th മെയിൻസ് പരീക്ഷ നിങ്ങളുടെ കയ്യിൽ നിന്നും പോകരുത്. പ്രിലിംസ് പരീക്ഷ എഴുതി കഴിഞ്ഞ മുഴുവൻ പേരും അത്യാവശ്യം മെയിൻസ് പരീക്ഷ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും 10th പ്രിലിംസിന്റെ പരീക്ഷ എഴുതി കഴിഞ്ഞവരാണ്. കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS പരീക്ഷയുണ്ട്, ബെവ്കോ LD ഉണ്ട്. എന്തായാലും അത് കഴിഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മെയിൻസ് പരീക്ഷയാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. 27-28 കൂടി സർക്കാർ സംവിധാനത്തിലേക്ക് നിങ്ങൾ ഒരു നീല ടാഗ് ഇട്ടുകൊണ്ട് കേരള സർക്കാർ അല്ലെങ്കിൽ ബിവറേജസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ആ ടാഗ് ഇട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന നല്ല നിമിഷത്തെക്കുറിച്ച് സ്വപ്നം കാണുക. അടുത്ത ഓണാഘോഷം നിങ്ങൾക്ക് ഒരു ബിവറേജസ് കോർപ്പറേഷനിൽ ഇരുന്നു കൊണ്ട് ആഘോഷിക്കുവാൻ സാധിക്കട്ടെ. അതിനടുത്ത ഓണാഘോഷം ഈ പറഞ്ഞ രീതിയിൽ 1 ലക്ഷം രൂപ ബോണസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് സാറേ എനിക്കും കിട്ടി, സാർ അന്ന് പറഞ്ഞതനുസരിച്ച് പഠിച്ചു, പണിയെടുത്തു, എനിക്കും കിട്ടി 1.5 ലക്ഷം രൂപ ബോണസ് എന്ന് പറയുന്ന ആ സുന്ദരമായ വാക്കുകൾ എൻ്റെ ചെവിയിലേക്ക് എത്താൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. മറ്റൊരു വീഡിയോ സെഷനുമായിട്ട് വീണ്ടും കാണാടാ കുഞ്ഞുങ്ങളെ. CC ഓണം, നല്ലോണം പഠിച്ചോണം.